ഇങ്ങനെയായാൽ നമ്മൾ എന്തു ചെയ്യും? ആളുകൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? പത്മിനി, ഇത് കാശിന്റെ ലോകമാണ്. അവിടെ ഒരാളുടെ വീഴ്ച എന്ന് പറയുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. അതിൽ നമുക്ക് പരിഭവം തോന്നേണ്ട ഒരു കാര്യമില്ല. അച്ഛൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തകർച്ചയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. നമുക്ക് അവരൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചാലോ? കണ്ടെത്താൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമില്ല. ആദ്യം ആളുകളുടെ ആശങ്ക പരിഹരിക്കണം. അതിനുശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമുള്ളൂ. ടോട്ടൽ അക്കൗണ്ട് പരിശോധിക്കണമെങ്കിൽ ദിവസങ്ങളോളം വേണ്ടിവരും. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോകും. നോക്കാം. ഇനിയിപ്പം അങ്ങനെ പറയാനേ തരുള്ളൂ. ചെട്ടിയാരാ, ഒരാവശ്യം വന്നാൽ 10-25 കോടി ഒരു എഗ്രിമെന്റും ഇല്ലാതെ കൊടുത്തയക്കുന്ന ആളാ. ഇനി അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കട്ടെ. അച്ഛൻ ഫോൺ എടുക്കണ്ട, വെറുതെ എന്തിനാ ടെൻഷനാവുന്നേ? മോളെ, ഒരു കോൾ അവോയ്ഡ് ചെയ്യാൻ എളുപ്പമാ, പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില നിസ്സാരമല്ല. ആ ചെട്ടിയാരെ, എന്തുണ്ട് വിശേഷം? നമ്മൾ തമ്മിൽ സംസാരിച്ച ഡേറ്റ് ആയില്ലല്ലോ. ആ ദിവസം ചെട്ടിയാരുടെ പണം കൃത്യമായി ചെട്ടിയാരുടെ കയ്യിലെത്തിയിരിക്കും. ചെട്ടിയാരെ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത്തരം ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട. ഇടപാട് നമ്മൾ തമ്മില്ല, ഞാനത് കൃത്യമായി പറയുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം നിങ്ങൾ ഈ രീതിയിൽ എന്നോട് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ബോധപൂർവം എൻ്റെ ഭാഷ മാറ്റാൻ ശ്രമിക്കുമോ വരും? എന്നെ വിളിക്കുന്നവര് ഒരുപക്ഷെ നിന്നെ വിളിച്ചേക്കും. ഒരാളോടും ദേഷ്യപ്പെടാൻ ശ്രമിക്കരുത്. വരുന്ന കോളുകൾ മാന്യമായി അറ്റൻഡ് ചെയ്യുക. നമുക്ക് പറയാനുള്ളത് അവരോട് പറയുക, അത്രേ വേണ്ടൂ. പരമേശ്വരേട്ടന്റെ ഒരു വാക്കിന് ദൈവത്തിന്റെ വാക്കിനേക്കാൾ വില കൽപ്പിച്ചിരുന്നവരാ ഇപ്പൊ ഈ വിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും. തോറ്റവന്റെ വാക്കിന് ഒരു കാലത്തും വിലയുണ്ടാവില്ല പത്മിനി. ഞാനിപ്പോ തോറ്റുപോയവനാണ്. വേറെ നിവൃത്തിയില്ല. വരുന്നതൊക്കെ സഹിച്ചേ പറ്റൂ.